ഷെഫി സർ, SSLC പരീക്ഷ കഴിയാനായി. CBSE ക്ലാസ് 10 എക്സാംസ് കഴിഞ്ഞു. ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ IITs ഒക്കെ ഡ്രീം ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമാണ്. ഹൗ ഡിഡ് യു ക്രാക്ക് IIT? അതിന് പിന്നിലുള്ള ഒരു റിയൽ സീക്രട്ട് എന്താണ്? ഒരു 10ാം ക്ലാസ്സുകാർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. അപ്പോൾ അതിൽ നമുക്കറിയാം IITസിലേക്ക് ക്രാക്ക് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് യൂഷ്വലി നമ്പേഴ്സ് കുറവാണ്. പക്ഷെ നമ്മൾ IIT പോകുന്ന സമയത്ത് എൻ്റെ റൂംമേറ്റ്സ് ആയിട്ടുള്ള ഒരാൾ മഹാരാഷ്ട്രയാണ്, ഒരാൾ ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് 12th കൂടെയാണ് ഇന്ത്യയിൽ മെജോറിറ്റി കുട്ടികളും IITയിലേക്ക് എത്തുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്സ് ഉണ്ട്. അതായത് JEE എക്സാമിന്റെ ഹിസ്റ്ററിയിൽ ഒരൊറ്റ തവണ മാത്രം റിപ്പീറ്റർ ടോപ്പിൽ വന്നിട്ടുണ്ട്, 2002 മാത്രം. ബാക്കി എല്ലാ റാങ്ക് 1ഉം +2 കൂടെ തന്നെയാണ്. അപ്പം ഇപ്പൊ നമ്മുടെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ +1 +2 അത്ര തന്നെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഡ്രീം ചെയ്ത് ആസ്പയർ ചെയ്തിട്ടൊന്നുമില്ല. ഒരു നോർമൽ എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ബാച്ചിൽ പോയി അങ്ങനെ എൻഡ് ഓഫ് +2 കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നോക്കാം എന്നൊരു ആഗ്രഹം വരുന്നത്. അങ്ങനെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ടാണ് IITയിലേക്ക് എത്തുന്നത്. അപ്പോഴും ആ ഒരു +1 +2 നമ്മൾ പഠിച്ചതിന്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്ട്രെങ്ത്തിൽ തന്നെയാണ് ആ റിപ്പീറ്റേഴ്സ് ബാച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് IITയിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ മെജോറിറ്റി ഓഫ് കുട്ടികളും അവരുടെ ഒന്നുകിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടാകണം, നേരത്തെ ഫൗണ്ടേഷനോടുകൂടി സ്റ്റാർട്ട് ചെയ്ത ആളുകളാവണം, അല്ലെങ്കിൽ 10th കഴിഞ്ഞിട്ട് സീരിയസ് ആയിട്ട് 2 വർഷത്തെ കണ്ടിന്യൂസ് എഫേർട്ട് ഇട്ടിട്ടാണ് ആക്ച്വലി IITയിലേക്ക് എത്തുന്നത്. അവിടെ തന്നെ നമ്മൾ മാത്തമാറ്റിക്സ് ബേസ്ഡ് ആയിട്ടാണ് ബേസിക്കലി JEE എക്സാം നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിന്റെ ഒരു ഇമ്പോർട്ടൻസും അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾ നോക്കുമ്പോൾ IIT മദ്രാസിലടക്കം മലയാളികൾ ആക്ച്വലി വളരെ കുറവാണെന്നുള്ളത് നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് തന്നെ കുറവാണ്. അപ്പോൾ ഓരോ വർഷവും മാക്സിമം 200, ഇപ്പൊ 200-220 ആളുകളാണ് ടോട്ടൽ ഒരു 18,000-ലൊക്കെ എത്തുന്ന മലയാളികളുടെ എണ്ണം. വാട്ട്സ് ദ റീസൺ ഫോർ ദാറ്റ്? എന്തായിരിക്കും അതിനുള്ള റീസൺ? കാരണം ഞാൻ ചോദിക്കാൻ കാരണം, കേരളം പൊതുവെ എല്ലാത്തിലും നമ്പർ 1 ആണെന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. ഇത് നമ്പർ 1 ആണ്, ഹെൽത്തിലും എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ നമ്പർ 1 ആണ്. ഇന്ത്യയിലെ മൊത്തം പോപ്പുലേഷന്റെ 4% ആക്ച്വലി കേരളത്തിൽ നിന്നാണ്. പക്ഷേ IITസിൽ ക്വാളിഫൈ ചെയ്യുന്നതിന്റെ ടോട്ടൽ 1% മാത്രമേ മലയാളികളുള്ളൂ. സോ ദാറ്റ്സ് എ വെരി, എന്താ പറയാ, ഒരു അണ്ടർ പെർഫോമൻസിന്റെ ഒരു പീക്കിലാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് വാട്ട്സ് ദ റീസൺ? അതിൽ ഒരു റീസൺ മെയിൻലി ഇപ്പൊ മറ്റ് സ്റ്റേറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ കൂടെ ബാച്ച്മേറ്റ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ നോക്കുന്ന സമയത്ത് അവരെല്ലാവരും +2 കൂടെ തന്നെ ക്രാക്ക് ചെയ്തിട്ടാണ് ഇവിടേക്ക് എത്തുന്നത്. എസ്പെഷ്യലി രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഈവൺ ഉത്തർപ്രദേശ്, ബീഹാർ അടക്കം ബെറ്റർ ദാൻ കേരളയാണ്. അപ്പൊ അതിൽ ഒരുപാട് ആളുകൾ നല്ല ഫൗണ്ടേഷനോടുകൂടി തുടങ്ങുന്ന ആളുകളാണ്. 6th മുതൽ അല്ലെങ്കിൽ 8th മുതൽ 9th മുതൽ തന്നെ അവർ പഠിക്കുന്ന സിലബസിൽ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാംസ് ഒക്കെ എഴുതി വരുന്ന ആളുകളാണ്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് ബാക്കി സ്റ്റേറ്റിലുള്ള കുട്ടികൾക്ക് ആക്ച്വലി ഉണ്ട്. രണ്ടാമതായിട്ടുള്ളത്, നമ്മൾ ആ ഒരു JEEക്ക് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആക്ച്വലി കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. നമ്മുടെ ഒരു നമ്പർ 1 പ്രയോറിറ്റി അതായിരിക്കണം. മറ്റേ നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് അവിടുത്തെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് അവിടെ നല്ല മാർക്കൊക്കെ വാങ്ങിയതിന് ശേഷം കിട്ടുന്ന സമയം JEEക്ക് വേണ്ടി മാറ്റിവെക്കാം എന്ന് പറയുന്നത്. അതായത് മലയാളികളുടെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 12th കഴിഞ്ഞിട്ട് നോക്കാം എന്നുള്ളതാണ് അല്ലേ? അപ്പൊ ഇത് ശരിക്കും ഒരു വലിയൊരു പ്രശ്നമല്ലേ? കാരണം ഇത് കുട്ടികൾക്ക് പ്രഷർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ജനറലി പറഞ്ഞത്. പക്ഷെ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ ഒരാൾ 12th കഴിഞ്ഞു എന്ന് വിചാരിക്കുക, JEE എക്സാം വരുന്നത് ജനുവരിയിൽ, ഒരു ജൂണിൽ ഒരാൾ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ 6 മാസം മാത്രമാണ് അയാൾക്ക് കിട്ടുക. ഒരുപാട് റിപ്പീറ്റേഴ്സ് കാണേണ്ട, അവർക്ക് കമന്റ് ചെയ്യാം. ഈ 6 മാസം കൊണ്ട് കിട്ടുന്നതിനേക്കാളും എത്രയോ സുഖകരമാണ് നമ്മൾ നേരത്തെ സ്പേസ് ഔട്ട് ചെയ്ത് അവരുടെ പ്രിപ്പറേഷൻ തുടങ്ങിയാൽ എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഒരു മെയിൻ റീസൺ എന്നുള്ളത്. ഈ ഒരു മെന്റാലിറ്റി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോഴേ നമ്മൾ JEE പോലത്തെ എക്സാംസിൽ മുൻപിലെത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ നേരത്തെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് 6th മുതലുണ്ട്, ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. JEE മാത്രമല്ല, നീറ്റ്, മറ്റ് ഒളിമ്പ്യാഡ്സ്, മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഉണ്ട്. ബട്ട് കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഇപ്പൊ 10th കഴിയുന്ന ആൾക്കാരെ കുറിച്ച് നമുക്ക് വീണ്ടും സംസാരിക്കാം. നമ്മൾ എക്സാംബയിൽ JEE പ്രോഗ്രാം ക്ലാസ് 11th വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. എന്താണ് അതിന്റെ പെക്യൂലിയാരിറ്റി ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഡിഫറിംഗ് ഫ്രം അതർ പ്ലാറ്റ്ഫോംസ് അക്രോസ് കേരള? ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കേരളത്തിൽ JEEക്ക് റിസൾട്ട് ഇല്ലാത്തതിന്റെ അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവായതിന്റെ ഒരു 1% മാത്രമാണ് ഇപ്പോൾ IITയിലേക്ക് എത്തുന്നത്. അതിന്റെ റീസൺസിൽ ഒന്ന്, നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നല്ല ഫൗണ്ടേഷൻ ഹൈസ്കൂളിൽ നിന്ന് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ റീസൺ, ആക്ച്വലി JEE എക്സാം ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഇന്റൻസിറ്റിയിലുള്ള പ്രോഗ്രാമുകൾ വളരെ കുറവാണ് കേരളത്തിൽ, വളരെ കുറവാണ്. അപ്പൊ ഒന്ന്, നമുക്ക് നല്ല ടീച്ചേഴ്സ് വേണം, നല്ല ക്വാളിറ്റി, നല്ല ലെവലിൽ തന്നെ ക്ലാസ്സുകൾ എടുക്കാനും നല്ല പ്രോബ്ലം സോൾവിങ് അപ്രോച്ചിലൂടെ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുന്ന ടീച്ചേഴ്സ് വേണം. അതുപോലെ തന്നെ അവരുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് ഇതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. ബാക്കിയെല്ലാം സെക്കൻഡ് പ്രയോറിറ്റിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ ഒരു എക്സാം മൈൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു JEE പ്രോഗ്രാമിൽ നമ്മുടെ 2ാമത്തെ ബാച്ചാണ്. ആക്ച്വലി ഫസ്റ്റ് ബാച്ച് +1 കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത ഒന്ന്, ഇതിൽ ക്ലാസ്സുകൾ എടുക്കുന്നതൊക്കെ IITiansഉം NITiansഉം ആയിട്ടുള്ളൊരു ടീമാണ്. ആൻഡ് വളരെ ചെറിയ ടീമാണ്. യൂഷ്വലി നമ്മൾ ഈ ഓഫ്ലൈനിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും ഒരു സബ്ജക്റ്റിന് തന്നെ. അതിൽ തന്നെ ചിലപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ ഒരു ടീച്ചർ സ്റ്റാർട്ട് ചെയ്യും, അടുത്ത ആഴ്ച 3ാമത്തെ ചാപ്റ്റർ മറ്റൊരു ടീച്ചർ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ പാരലലി ഒരു സബ്ജക്റ്റിൽ നിന്ന് തന്നെ 3-4 ചാപ്റ്റർ ഒക്കെ അങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഇത് ആക്ച്വലി ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സിംഗിൾ ബാച്ചാണ്.
നമ്മൾ ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാച്ചിൽ ക്ലാസ്സുകൾ എടുക്കുന്നതൊക്കെ IITians NITians ആൻഡ് നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഫിസിക്സ് എടുക്കുന്ന ഷഫീർ സാറാണ്, മാത്സ് എടുക്കുന്നത് ഞാനാണ് കാര്യമായിട്ട്. അപ്പൊ അതിൽ എന്താണോ ആ എക്സാം ഡിമാൻഡ് ചെയ്യുന്നത് ഡേ 1 മുതൽ തന്നെ ഓരോ ചാപ്റ്ററും ഇൻഡെപ്ത് ആയിട്ട് കവർ ചെയ്തിട്ടാണ് നമ്മൾ പോവുക. അതിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ക്ലാസ്സിലും പിന്നെ ബാക്കി കുട്ടികൾക്ക് വർക്കായിട്ടും കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നല്ലൊരു നമ്പർ ഓഫ് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ട്രാക്കിൽ ആക്ച്വലി വന്നിട്ടുണ്ട്. ജെയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രോബ്ലം പ്രാക്ടീസിങ് ആണ്, റൈറ്റ്? ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് വേണ്ടി നമ്മുടെ ജെയ് ബാച്ചിൽ എന്തെല്ലാം സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്, എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്? അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് തിയറി പഠിക്കുക അല്ലെങ്കിൽ ക്ലാസ്സുകൾ കാണുക എന്നുള്ളത് ആക്ച്വലി അതിന്റെ ചെറിയൊരു പാർട്ടാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബാക്കി മുഴുവൻ കുട്ടികളുടെ ഒരു പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ മെറ്റീരിയൽസിൽ നമ്മൾ ഓരോ ചെറിയ ചെറിയ സെക്ഷൻസ് കഴിഞ്ഞാലും ഇൻ ടെക്സ്റ്റ് എക്സസൈസുകൾ ഉണ്ട്. പിന്നെ എൻഡ് ഓഫ് ദി ചാപ്റ്റർ നമുക്ക് എക്സസൈസ് 1ഉം 2ഉം ഉണ്ട്. അതിനുശേഷം ലെവൽ കൂടി അഡ്വാൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ VYQs എല്ലാം നമ്മുടെ ബുക്കിൽ തന്നെ ഉണ്ട്. അത് കൂടാതെ അഡീഷണൽ പ്രാക്ടീസിനും അതുപോലെ തന്നെ കുട്ടികൾക്ക് കസ്റ്റം എക്സാംസും എഴുതാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെക്കൻഡറി ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം കൊടുക്കുന്നുണ്ട്, JEE Sprint എന്ന് പറയുന്നത്. അതിൽ ആക്ച്വലി നിയർലി ഒരു 80,000+ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അവർക്ക് ഏത് ടോപ്പിക് വേണമെങ്കിലും ഏത് ഡിഫിക്കൽട്ടി ലെവൽ സെലക്ട് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ ഏത് ചാപ്റ്ററും സെലക്ട് ചെയ്തിട്ട് സ്വന്തമായിട്ട് എക്സാംസ് ക്രിയേറ്റ് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത്, ഇതൊക്കെ ഓഫ്ലൈനിൽ പ്രിപ്പയർ ചെയ്യുന്നതല്ലേ നല്ലത്? എസ്പെഷ്യലി ഇന്ന് ഇന്റഗ്രേറ്റഡ് സ്കൂൾസ് അടക്കമുള്ള സൗകര്യങ്ങളുണ്ട്, റൈറ്റ്? അപ്പോൾ നമ്മുടെ ഒരു ഓൺലൈൻ ബാച്ചിന് എന്താണ് പ്രസക്തി? ഓൺലൈനിൽ അത്രത്തോളം ഒരു ബെറ്റർ കോമ്പറ്റീറ്റീവ്നെസ്സും റിസോഴ്സും കുട്ടികൾക്ക് കിട്ടും? അതിലൊന്നെന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ തുടർച്ചയാണ്. അതായത് കേരളത്തിൽ നമുക്കറിയാം റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ബാച്ചുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ JEEയുടെ ആ ഒരു ഇന്റൻസിറ്റിയിൽ ക്ലാസ്സുകൾ നൽകുന്ന ഓഫ്ലൈൻ പ്രോഗ്രാമുകൾ ഇല്ലെന്ന് തന്നെ പറയാം. എസ്പെഷ്യലി സ്കൂളിന്റെ അടുത്തുള്ള ഒരു എൻട്രൻസ് ഓറിയന്റഡ് ഓഫ്ലൈൻ ട്യൂഷൻ ബാച്ചിലാണ് പലരും ജോയിൻ ചെയ്യാം. അത് ആക്ച്വലി ഒരു സ്കൂൾ ട്യൂഷൻ തന്നെയാണ്. പേരിന് കുറച്ച് MCQs ചെയ്യുന്നല്ലാതെ JEEക്കുള്ള കോച്ചിങ് ഒന്നും ശരിക്കും അവിടെ നടക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ കാരണം. പിന്നെ ഇന്റഗ്രേറ്റഡ് സ്കൂളുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ വർഷവും കഴിഞ്ഞ വർഷമായിട്ട് ഒരുപാട് ഇന്റഗ്രേറ്റഡ് സ്കൂളുകൾ ഓൺ എ ഡെയിലി ബേസിസ് പുതിയ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൊരു റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജോയിൻ ചെയ്യുന്ന 60 കുട്ടികൾ ഒരു ബാച്ചിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മേ ബി ഒരു 55 സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു 5 സ്റ്റുഡൻസ് ആണ് ആക്ച്വലി JEEക്ക് വേണ്ടിയിട്ട് ഡ്രീം ചെയ്തൊക്കെ വരുന്നുണ്ടാവുക. ബാക്കി ആളുകൾ ഒരു ഓളത്തിൽ അങ്ങനെ പാരന്റ്സ് നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒരു പ്രഷർ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കുട്ടികളെ ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇന്റഗ്രേറ്റഡ് സ്കൂളുകളിലേക്ക് +1 മാറ്റുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു ബാച്ചിലെ കുട്ടികളുടെ ക്വാളിറ്റി ആയിരിക്കും അവിടെ ക്ലാസ്സുകൾ എടുക്കുന്ന ലെവൽ ഉണ്ടാവുക, അവിടെ നടക്കുന്ന എക്സാമിനേഷൻസിന്റെ ലെവൽ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ബാച്ച് ആക്ച്വലി നമ്മുടെ എക്സാമിന്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞ് വരുന്ന കുട്ടികളും അതുപോലെ തന്നെ നമ്മളൊരു ബേസിക് ടെസ്റ്റ് നടത്തിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ്. എല്ലാവരും ഈ പ്രോഗ്രാമിൽ സെലക്ട് ചെയ്യില്ല. നമ്മൾ ബാച്ചിൽ ഒരു 1000 ആൾക്കാരോ 2000 ആൾക്കാരൊന്നും ഉണ്ടാവും, ഒരിക്കലും ഇല്ല. അത് JEEക്ക് വേണ്ട ഒരു ആപ്റ്റിറ്റ്യൂഡ് എന്താ നോക്കിയിട്ട് ആ ഒരു മാത്തമാറ്റിക്സ്, അതായത് കാശ് തരാന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ അഡ്മിറ്റ് ചെയ്യില്ല. ഇല്ല, നമ്മൾ കൃത്യമായിട്ട് കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലോട്ട് എടുക്കുക. ഇല്ലെങ്കിൽ അവരുടെ ആ 2 ദിവസം ബേസ് ഇപ്പോൾ JEEനോട് ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്തൊരു കുട്ടീനെ വെറുതെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അപ്പൊ അതാണ് ഇന്റഗ്രേറ്റഡും ഓഫ്ലൈനൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഓഫ്ലൈനിൽ നല്ല ക്വാളിറ്റി കിട്ടുന്നതാണ്. പക്ഷെ അത് ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി ആയാലും പിന്നെ ഓവറോൾ ബാച്ചിന്റെ ക്വാളിറ്റി ആയാലും ആക്ച്വലി കുറവാണ്, പല സ്ഥലങ്ങളിലും കുറവാണ്, എക്സെപ്റ്റ് ഫോർ എ ഫ്യൂ. ബാക്കി എല്ലാം അടുത്തും കുറവാണ്. അപ്പൊ നമ്മുടെ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളുടെ ക്വാളിറ്റി ആയാലും ക്ലാസ് എടുക്കുന്ന ആൾക്കാരായാലും മെറ്റീരിയൽ ആയാലും എല്ലാം എന്താണ് ഒരു JEE മെയിൻ ടു JEE അഡ്വാൻസ് ലെവൽ വരെ കവർ ചെയ്യുന്ന രൂപം. സ്വാഭാവികം നേരത്തെ കുറച്ച് ആൻസർ ചെയ്തൊരു ഭാഗമാണ്. എന്നാലും പല പാരന്റ്സിനുള്ള ഒരു കൺസേൺ എന്നുള്ളത് 11ന്റെയും 12ന്റെയും കൂടെ ഇത് കൊണ്ടുപോകാൻ സാധിക്കുമോ, ഇത് കുറച്ച് പ്രഷർ അല്ലേ എന്നുള്ളതാണ്. അതിനെങ്ങനെയാണ് നമ്മൾ റെസ്പോൺസ്? ഒരുപാട് ആളുകളുടെ ഒരു ടെൻഷൻ ഇത് തന്നെയാണ്. സ്കൂളിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ ഒരു ഓൺലൈൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്താൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അതിൽ ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ +1 +2ന്റെ കൂടെ തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈവൻ നീറ്റ് ആവട്ടെ ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്നത്. അതിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് സ്കൂളിന്റെ കൂടെ ഇത് മാനേജ് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്പർ 1 പ്രയോറിറ്റി ആക്കി വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്കൂളിലെ സ്പോർട്സ്, ആർട്സ്, സയൻസ് ഫെയർ അതുപോലെ മറ്റ് ആക്ടിവിറ്റീസിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് ടൈം ഒഴിവാക്കിയിട്ട് JEEക്ക് വേണ്ടിയിട്ട് ആ ടൈം കൊടുക്കേണ്ടി വരും. പിന്നെ കൃത്യമായിട്ട് കുട്ടികൾക്ക് ഒരു പേഴ്സണൽ ടൈം ടേബിൾ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇനഫ് ടൈം അവരുടെ കയ്യിലുണ്ട്. അപ്പം ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് ആണ്, ചിലപ്പോൾ ഫാമിലിയിൽ ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ടാവാം. അപ്പോൾ അത്തരം ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റിയിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകളും റിസോഴ്സുകളും ഓൺലൈനിൽ ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റും, ഇന്റഗ്രേറ്റഡ് സ്കൂളിന്റെ ഒരു 10-1 ഫീസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആക്ച്വലി ചെയ്യാൻ പറ്റും. യെസ്. അപ്പോൾ നമ്മൾ ഇനി ചോദിക്കാനുള്ളത് എന്താണ് നമ്മുടെ പ്ലാന്? 2025-27 JEE എഴുതുന്ന ബാച്ചിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്ലാന് എന്താണ്? നമ്മളൊരു വെക്കേഷൻ കഴിഞ്ഞിട്ടാണോ ക്ലാസ് തുടങ്ങുന്നത് അതോ എങ്ങനെയാണ്? യൂഷ്വലി ഒരുപാട് പാരന്റ്സ് ചോദിക്കുന്നത് +1ന്റെ റിസൾട്ട് ഒക്കെ വന്ന് സയൻസ് ബാച്ച് ഒക്കെ കിട്ടട്ടെ എന്നിട്ട് തുടങ്ങിയാൽ പോരെന്നൊക്കെയാണ്. അപ്പൊ നമ്മളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം സമയം കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തിട്ട് അവരുടെ സ്ട്രെസ് കുറയ്ക്കാൻ. പാരന്റ്സ് മനസ്സിലാക്കേണ്ടത് 2027 ജനുവരിയിൽ, മാർച്ചിലാണ് ഈ കുട്ടികൾ ബോർഡ് എക്സാം എഴുതുക. എന്നാൽ ജനുവരി തന്നെ അവർ JEE എക്സാം എഴുതും.
അപ്പോൾ ജനുവരിന്റെ ഉള്ളിൽ 11th 12th പഠിച്ചു തീർക്കണം. പിന്നെ റിവൈസ് ചെയ്യണം, മോക്ക് ടെസ്റ്റ് എഴുതണം. അപ്പം 27 കൂടിയിട്ട് എല്ലാ 10th എക്സാമും തീരും. നമുക്ക് April 3 നമ്മുടെ ബാച്ച് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ തന്നെ മേ ബി ഏറ്റവും ആദ്യം തുടങ്ങുന്നത് നമ്മുടെ ബാച്ച് ആയിരിക്കാനാണ് സാധ്യത. April 3 ബ്രിഡ്ജ് കോഴ്സ് ആണ്. 1 വീക്ക് ബ്രിഡ്ജ് കോഴ്സ് കഴിഞ്ഞ് April 11th നമ്മുടെ JEE ക്ലാസ്സുകൾ ആരംഭിക്കുക. എന്നിട്ട് ഡിസംബർ എൻഡോട് കൂടിയിട്ട് +1 സിലബസ് ഫിനിഷ് ചെയ്ത് ജനുവരി മുതൽ അടുത്തൊരു ഒക്ടോബർ വരെ +2 സിലബസിനുള്ള ടൈമാണ്. ആൻഡ് അത് കഴിഞ്ഞ് നവംബർ, ഡിസംബർ, ജാനുവരി ഈ 3 മാസം റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 2027 ജനുവരിയിൽ തന്നെ JEE മെയിൻ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അവിടെ ഒരു NIT സീറ്റ് ഉറപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ ബ്രിഡ്ജ് കോഴ്സ് April 3 തുടങ്ങുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ബ്രിഡ്ജ് കോഴ്സ് ഫ്രീ ആണോ, അത് എങ്ങനെയാണ് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ? ബ്രിഡ്ജ് കോഴ്സ് ആക്ച്വലി നമ്മൾ അതിലെ ഒരുപാട് സെഷൻസ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഫ്യൂ സെഷൻസ് നമ്മുടെ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. 11th മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഗ്രാം അഡ്മിഷൻ എടുത്തിട്ടുള്ള ആളുകൾക്ക് മാത്രം. അഡ്മിഷൻ എടുക്കാൻ ഇപ്പോൾ താഴെ ലിങ്കും അതേപോലെ തന്നെ കൂടുതൽ വിവരങ്ങളും കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു മാത്തമാറ്റിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അത് എഴുതിയിട്ട് അതിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ബാച്ചിലേക്ക് എന്ത് ചെയ്യുക അഡ്മിഷൻസ്. അപ്പോൾ എല്ലാവരും ആ ബേസിക് അഡ്മിഷൻ ടെസ്റ്റ് കാര്യങ്ങൾ എഴുതുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് നിന്ന് JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള IIT JEE ക്വാളിഫൈ ചെയ്ത ആളുകളിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരമാണ് X&Y JEE പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഇതിൽ മറ്റ് ഓൺലൈൻ പ്രോഗ്രാമുകളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഈ ഒരു ബാച്ചിന്റെ ഒരു എക്സ്ക്ലൂസിവിറ്റി ആൻഡ് ആ ഒരു എലീറ്റ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമതായിട്ടുള്ളത് കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സുകളാണ്. ആ ലൈവ് ക്ലാസ്സുകളിൽ തന്നെ ഈ ഒരു സിംഗിൾ ബാച്ച് മാത്രമാണ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം. ഞാനും അജ്മൽ സാറും തന്നെയാണ് ഡെയിലി മാറി മാറി വരാൻ പോകുന്നത് ഓരോ ചാപ്റ്ററിൽ. ഞങ്ങളുമായിട്ട് സംസാരിക്കാം ആൻഡ് ക്ലാസ്സുകൾ എടുക്കുക എന്നുള്ളത് മാത്രമല്ല, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം വാട്ട് ഇറ്റ് ടേക്സ് ടു ബി ഇൻ IIT എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ആ ഒരു ജേർണിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും അവരെ സപ്പോർട്ട് ചെയ്യാനും ഗൈഡ് ചെയ്യാനും ഈ ഫാക്കൽറ്റി ടീം ഉണ്ടായിരിക്കും. ആൻഡ് കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് ഇതിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് അവരെ വീക്ക്ലി തന്നെ ഫോളോ അപ്പ് ചെയ്യാനും കോൾ ചെയ്യാനും ഒക്കെ ഉള്ള നല്ലൊരു മെന്റർഷിപ്പ് സിസ്റ്റവും നമുക്ക് ആക്ച്വലി ഫൗണ്ടേഷനിലുള്ള കാര്യം തന്നെയാണ്. അത് നമ്മൾ എന്ത് ചെയ്തു JEEലേക്കും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ മെറ്റീരിയൽസ് എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു തരും. ആൻഡ് April 1st വീക്കിൽ തന്നെ എന്താ പറയാ, നമ്മൾ ഈ ഒരു സ്വപ്നം കണ്ട് ഓൾറെഡി കുട്ടികളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ബാച്ച് ആക്ച്വലി ഫില്ലാവാനായി ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റുകളേ ഉള്ളൂ. ബാക്കിയുള്ള സീറ്റുകളിലേക്കാണ് ഈ എൻഡ് ഓഫ് മാർച്ചിൽ നമ്മൾ അഡ്മിഷൻസ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തിട്ട് അറിയിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ JEE കുറിച്ചുള്ള ഒരു ബ്ലൂ പ്രിന്റ് 10th കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ JEE ബാച്ചിൽ കാണാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ നൽകുന്നുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ആൻഡ് ഹറി അപ്പ്, റൈറ്റ്? സമയമില്ല എന്നുള്ളത് വെറുതെ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നതല്ല. നമുക്ക് ആക്ച്വലി പഠിക്കാൻ സമയമില്ല. നമുക്ക് April തന്നെ തുടങ്ങിയാലേ നമുക്ക് JEE പോലത്തെ എക്സാംസ് കിട്ടുള്ളൂ. ഈ ഒരു JEE അനുഭവമുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.